പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, എന്നാൽ ഏറ്റവും എളുപ്പത്തിൽ 5 മിനിറ്റ് പോലും വേണ്ട കേട്ടോ തയ്യാറാക്കാനായിട്ട്. അത്ര എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് മുട്ടയും ബ്രെഡും ആണ്. അപ്പൊ മുട്ടയും ബ്രെഡും ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ആദ്യം തന്നെ ഞാൻ ബ്രെഡ് ചെറിയ ചെറിയ പീസുകളാക്കി കട്ടാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ മിൽക്ക് ബ്രെഡ് ആണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ബ്രെഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. അത് മാത്രമല്ല, ബ്രെഡിന്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പീസസ് ആയിട്ട് കട്ട് ചെയ്യണം എന്നുള്ളതും ഡിസൈഡ് ചെയ്യാം. അപ്പൊ ഞാൻ എന്താ ഇവിടെ 4 ബ്രെഡ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പം എല്ലാ ബ്രെഡും ഞാനിവിടെ ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്തിട്ടുണ്ട്. 4 ബ്രെഡിന് 2 മുട്ടയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ബ്രെഡിന്റെ സൈഡ് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഞാനിവിടെ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ബട്ടറും കൂടെ ആഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും നമ്മുടെ റെസിപ്പിക്ക്. ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്ത സവാളയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഞാനിവിടെ ചെറിയൊരു പച്ചമുളകാണ് കേട്ടോ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ മുളക് പൊടി യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ കുറച്ച് പച്ചമുളകിന്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് അരമുറി തക്കാളി കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ ഞാൻ നേരത്തെ എടുത്തിരുന്നത് 2 കുഞ്ഞ് സവാളയായിരുന്നു കേട്ടോ. വലിയതാണെങ്കിൽ ഒരു സവാള എടുത്താൽ മതി. ഞാൻ ഇതെല്ലാം വഴന്ന് കഴിയുമ്പം ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ജീരകപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ നേരത്തെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ച് നമ്മുടെ ബ്രെഡ് ഇല്ലേ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ബ്രെഡ് പൊടിഞ്ഞു പോവാതെ നോക്കണേ. കാരണം ചില ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ ഇവിടെ എടുത്തേക്കുന്ന ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡാണ്. ഒരുപാട് അങ്ങിട്ട് മിക്സ് ചെയ്യരുത്. ചെറുതായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ ഈ സമയത്ത് കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം ആവശ്യമാണെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് മുട്ടയുടെ ബാറ്റർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഞാൻ ദാ ഇവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പൊ 4 ബ്രെഡിന് ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മുടെ ഈ മുട്ടയിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ ബ്രെഡ് ഒക്കെ കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ മുട്ടയെ ഒന്ന് ബീറ്റ് ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഈ സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ചേർത്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ ഞാൻ ദാ ഇവിടെ മുട്ടയുടെ ബാറ്ററി ഒക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മുട്ടയുടെ ബാറ്ററി ബ്രെഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എല്ലാ സൈഡിലാവുന്ന രീതിയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഈ മുട്ടയുടെ മിക്സ് നമ്മുടെ ബ്രെഡിൽ നല്ല രീതിക്ക് കോട്ടായി കിട്ടണം. കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുവാണെങ്കിൽ മുട്ട വേറെ ആയിട്ടും ബ്രെഡ് വേറെ ആയിട്ടും ഇരിക്കും. ഇനി ഈ ബ്രെഡിൽ മുട്ടയൊക്കെ നല്ല രീതിക്ക് കോട്ടായി ഒന്ന് മിക്സ് ആയി വരട്ടെ. അപ്പൊ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയ്ക്ക് സിമ്പിൾ ആണ്. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല കേട്ടോ, ഈവനിങ് സ്നാക്ക് ആയിട്ടൊക്കെ ഉപയോഗിക്കാം. ചായയോടൊപ്പം നല്ല അടിപൊളി കോംബോയാണ്. കുറഞ്ഞ സമയം അതുപോലെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.